പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രധാനമായും നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് സർവേകളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇവയെല്ലാം പണം കൊടുത്തുണ്ടാക്കിയ പെയ്ഡ് സർവേകളാണെന്നും ജനവികാരം ഇതിൽ പ്രതിഫലിക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച സർവേകളെല്ലാം എങ്ങനെ തെറ്റായി എന്നതിന് വ്യക്തമായ ഉദാഹരണങ്ങളും അദ്ദേഹം ഇവിടെ നിരത്തുന്നുണ്ട്. നിലവിലെ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടെന്നും 125 മണ്ഡലങ്ങളിൽ നേരിട്ട് പോയ അനുഭവത്തിൽ നിന്ന് തനിക്കത് വ്യക്തമായി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ കൃത്യമായ പദ്ധതികളുമായാണ് UDF വരുന്നത്. കോസ്റ്റൽ ഷിപ്പിംഗ്, ഏവിയേഷൻ പദ്ധതികൾ തുടങ്ങി 27ഓളം വികസന നിർദ്ദേശങ്ങളും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളും നടപ്പിലാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനും. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പല തട്ടിക്കൂട്ടിയ സർവേകളും പുറത്തു വരികയാണ്. ഈ സർവേകളിൽ ഭൂരിഭാഗവും പെയ്ഡ് സർവേകളാണ്, പൈസ കൊടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന സർവേകളാണ്, ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേകളാണ്. ഇത് പാർലമെൻറ്റ് ഇലക്ഷൻ അങ്ങനെ തന്നെയായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ നിങ്ങൾക്കറിയാം, പാലക്കാട് ശ്രീ VK ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകും എന്നാണ് സർവേ പറഞ്ഞത്. അദ്ദേഹം 2 പ്രാവശ്യമായിട്ട് MP ആണ് അവിടെ. ഇപ്രാവശ്യം 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ MP ആയത്. 2019 എറണാകുളത്ത് ശ്രീ ഹൈബി ഈഡൻ പരാജയപ്പെടുമെന്നും P രാജീവ് അവിടെ ജയിക്കും എന്നുമാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ പറഞ്ഞത്. എറണാകുളത്ത് അന്നത്തെ റെക്കോർഡ്, ഹൈബി പിന്നെ റെക്കോർഡ് തിരുത്തി, ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 1,60,60,000 വോട്ടിലാണ് ഹൈബി ഈഡൻ ജയിച്ചത്. ഷാഫി പറമ്പിൽ വടകരയിൽ തോറ്റുപോകുമെന്നാണ് പറഞ്ഞത്. പല സർവേകളും, പ്രധാനപ്പെട്ട സർവേകളൊക്കെ, ഇപ്പോൾ വരുന്ന ഈ സർവേകളൊക്കെ തോറ്റുപോകുമെന്നാണ് പറഞ്ഞത്. 1,25,000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. ഈ സർവേകളിലൊന്നും ഒരു കാര്യമില്ല. ഇത് പലതും നമുക്കറിയാം തട്ടിക്കൂട്ടിയ സർവേകളാണ്. യഥാർത്ഥത്തിലുള്ള ജനവികാരം പ്രതിഫലിക്കുന്ന സർവേകളല്ല. ജനവികാരം കൃത്യമാണ്. ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും 100-ലധികം സീറ്റുമായി UDF ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും, ഒരു സംശയമില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒപ്പത്തിനൊപ്പമാണെന്നാണ്, ഇപ്പോൾ പുറകെ പോകുന്നല്ല, ഒപ്പത്തിനൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വലിയ മാർജിൻ LDFും UDFും തമ്മിലുണ്ട്. അത് ജനവികാരം നമുക്ക് തിരിച്ചറിയാം. ഞാൻ 125 നിയോജക മണ്ഡലങ്ങളിലും പോയ ആളാണ്, യാത്രയുമായി പോയ ആളാണ്. അതിനു മുമ്പ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ ജില്ലകളിലും പോയതാണ്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും പോകുന്നത്. കഴിഞ്ഞ 6 മാസത്തിനകം 5 പ്രാവശ്യം എല്ലാ ജില്ലകളും സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. പ്രധാനപ്പെട്ട എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 2-3 പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ്. ഇത് ജനവികാരം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായി അതിശക്തമായി നിൽക്കുന്നു. അതേ അവസരത്തിൽ ചരിത്രത്തിലാദ്യമായി, ഇന്ത്യ ചരിത്രത്തിലാദ്യമായി UDF വളരെ തയ്യാറെടുപ്പോടുകൂടി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യണം എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുമായി ഗവേഷണതുല്യമായ പ്രവർത്തനങ്ങൾ നടത്തി നല്ല തയ്യാറെടുപ്പോടുകൂടി ഈ ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടോ അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ, പുനരുജ്ജീവിപ്പിക്കാനുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. വളരെ ഓൾട്ടർനേറ്റീവ് ബദൽ പദ്ധതികളുമായി എല്ലായിടത്തും കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന പദ്ധതികൾ, അതുപോലെ ഈ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വലിയ, നമ്മുടെ കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റാൻ കഴിയുന്ന കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി, അതുപോലെ 27 പദ്ധതികൾ കൊണ്ടുവരുന്ന ഏവിയേഷൻ പദ്ധതികൾ, എയർപോർട്ടുകളെ കൂട്ടിയിണക്കി, തൊഴിൽ സംരംഭ പദ്ധതി 10,000 സംരംഭങ്ങൾ തുടങ്ങുന്നു, അതുകൂടാതെ 5 ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചേർന്ന് സമഗ്രമായ തയ്യാറെടുപ്പോടുകൂടിയാണ് UDF വരുന്നത്. ജനങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ സർക്കാർ തുടരാൻ പാടില്ലെന്നും സർക്കാരിനെ താഴെ ഇറക്കണമെന്നും അതിന് പകരം വരുന്ന UDF ഗവൺമെൻറ് ഇവർ പരാജയപ്പെട്ട സ്ഥലത്ത് വിജയിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും.